Hello dear code learners, welcome to my YouTube channel Code Learner. ഈ ഒരു വീഡിയോയിൽ നമുക്ക് പൈത്തൺ പ്രോഗ്രാം യൂസ് ചെയ്തിട്ട് ഒരു സിമ്പിൾ കാൽക്കുലേറ്റർ ആപ്ലിക്കേഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളത് നോക്കാം. പൈത്തണിൻ്റെ കുറച്ച് വീഡിയോസ്, തിയറട്ടിക്കൽ ആൻഡ് പ്രോഗ്രാമിംഗ് വീഡിയോസ് ഞാൻ ഓൾറെഡി ചെയ്തതായിരുന്നു. അപ്പോൾ ഇനി ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് പൈത്തൺ എക്സാമ്പിൾ പ്രോഗ്രാംസ് ആണ്. അപ്പോൾ ഫസ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു സിമ്പിൾ കാൽക്കുലേറ്റർ, അതായത് ഒരു ടെക്സ്റ്റ് മോഡലിൽ ഒരു കാൽക്കുലേറ്റർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഓപ്പൺ ചെയ്തിട്ടുള്ളത് ഐഡിൽ എന്നുള്ളൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻസ്റ്റാൾ ആകുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഐഡിൽ. ഇതൊരു എഡിറ്ററാണ്, പൈത്തൺ പ്രോഗ്രാം ചെയ്യാനുള്ളൊരു ടെക്സ്റ്റ് എഡിറ്റർ. ഇപ്പോൾ നിങ്ങൾക്ക് നോട്ട് പാഡോ അല്ലെങ്കിൽ VI എഡിറ്ററോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്നത് ഐഡിൽ എഡിറ്ററാണ്. ഇതിനകത്ത് നമുക്ക് പ്രോഗ്രാം ചെയ്തു തുടങ്ങാം. ഇപ്പോൾ നിങ്ങൾക്കറിയാം, കാൽക്കുലേറ്റർ എന്ന് പറയുമ്പോൾ എന്തായാലും രണ്ട് വേരിയബിൾസ് അല്ലെങ്കിൽ രണ്ട് വാല്യൂസ് യൂസർ അടുത്ത് ഫസ്റ്റ് റീഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് രണ്ട് വേരിയബിൾസ് ഫസ്റ്റ് റീഡ് ചെയ്യാം. എയും ബിയും വേരിയബിൾ നെയിമായിട്ട് ഉപയോഗിക്കാം. സോ ഇൻറ്റിജർ വാല്യൂ ആണ് ഇവിടെ റീഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ഇൻറ്റ് ഓഫ് ഇൻപുട്ട് എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് കീബോർഡിൽ നിന്നൊരു വാല്യൂ റീഡ് ചെയ്യുക. ഇവിടെ ആർഗ്യുമെൻ്റ് ആയിട്ട് ഒരു സ്ട്രിംഗ് കൊടുക്കാം. എൻ്റർ ദ ഫസ്റ്റ് നമ്പർ, ഒരു ഫസ്റ്റ് നമ്പർ യൂസർ അടുത്ത് ഫസ്റ്റ് റീഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഇൻറ്റിജർ വാല്യൂ മാത്രമേ റീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കൊരു ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂം അതുപോലെ ഇൻറ്റിജർ വാല്യൂം റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെ ഫ്ലോട്ട് ആക്കിയിട്ട് റീഡ് ചെയ്യേണ്ടി വരും. അതായത് കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യുന്ന വാല്യൂവിനെ ഫ്ലോട്ട് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അത് എ എന്നുള്ള വേരിയബിളിനകത്തോട്ട് സ്റ്റോർ ചെയ്യും. ഇതേപോലെ തന്നെ സെക്കൻഡ് നമ്പർ റീഡ് ചെയ്യാൻ ഫ്ലോട്ട് ഓഫ്, അതുപോലെ തന്നെ ഈ ഇൻപുട്ട് മെത്തേഡ് കോപ്പി പേസ്റ്റ് ചെയ്യാം. എൻ്റർ ദ സെക്കൻഡ് നമ്പർ. ഇപ്പോൾ രണ്ട് നമ്പർ റീഡ് ചെയ്തു, അത് എയും ബിയിലും റീഡ് ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യണമെങ്കിൽ ഒരു വേരിയബിൾ യൂസ് ചെയ്യാം. റിസൾട്ട് ഈക്വൽ ടു അഡീഷൻ പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ A+B യൂസ് ചെയ്യാം. അതുപോലെ സബ്ട്രാക്ഷൻ പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റിസൾട്ട് ഈക്വൽ ടു A-B ചെയ്യാം. ദെൻ ഡിവിഷൻ പെർഫോം ചെയ്യണമെങ്കിൽ റിസൾട്ട് ഈക്വൽ ടു A/B ചെയ്യാം. അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ പെർഫോം ചെയ്യണമെങ്കിൽ റിസൾട്ട് ഈക്വൽ ടു A*B. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ റിസൾട്ട് എന്നുള്ള വേരിയബിളിനകത്തോട്ട് റിസൾട്ട് വരും. പക്ഷേ ഇതിനുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ റിസൾട്ട് ഈക്വൽ ടു A+B ചെയ്ത് കഴിഞ്ഞാൽ ആ റിസൾട്ടിനകത്ത് എയും ബിയും ആഡ് ചെയ്തിട്ടുള്ള റിസൾട്ട് ഉണ്ടായിരിക്കും ഈ വേരിയബിളിനകത്ത്. തൊട്ട് താഴെ തന്നെ റിസൾട്ട് ഈക്വൽ ടു A-B ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അഡീഷൻ ചെയ്ത റിസൾട്ട് അവിടെ ഓവർ റൈറ്റ് ചെയ്ത് പോകും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ ആ റിസൾട്ട് ഇവിടെ പ്രിന്റ് ചെയ്യാം. റിസൾട്ട് ദ റിസൾട്ട് ഓഫ് അഡീഷൻ ഈസ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ആ റിസൾട്ട് പ്രിന്റ് ചെയ്യാം, കോമ RES, ഇങ്ങനെ ചെയ്യാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റും ചെയ്യാം. സബ്ട്രാക്ഷൻ്റെ കേസ് ആണെങ്കിൽ റിസൾട്ട് ഓഫ് സബ്ട്രാക്ഷൻ ഈസ് എന്ന് പറഞ്ഞിട്ട് അത് പ്രിന്റ് ചെയ്യുക. അതേപോലെ ഡിവിഷൻ്റെ കേസിൽ അതും പ്രിന്റ് ചെയ്യുക. ദെൻ മൾട്ടിപ്ലിക്കേഷൻ്റെ റിസൾട്ടും പ്രിന്റ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ 4 ഓപ്പറേഷനും പെർഫോം ചെയ്യും. ഇതേപോലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മോഡുലസ് ഓപ്പറേഷൻ വേണമെങ്കിൽ പെർഫോം ചെയ്യാം. A-B ചെയ്ത് കഴിഞ്ഞിട്ട് അതും വേണമെങ്കിൽ പ്രിന്റ് ചെയ്യിക്കാം. അപ്പോൾ ഇത് നമുക്ക് സേവ് ചെയ്തിട്ടൊന്ന് റൺ ചെയ്ത് നോക്കാം. പ്രോഗ്രാം തൽക്കാലം നമുക്ക് ഡെസ്ക്ടോപ്പിൽ തന്നെ സേവ് ചെയ്യാം. ഇവിടെ ഞാൻ test.py എന്ന് പേര് കൊടുക്കുകയാണ്. ടെസ്റ്റ് റൺ ചെയ്യാൻ ഐഡിയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് F5 കീ പ്രസ് ചെയ്താൽ മതി. ഫംഗ്ഷൻ F5 കീ പ്രസ് ചെയ്താൽ മതി. സോ എൻ്റർ ദ ഫസ്റ്റ് നമ്പർ 30, എൻ്റർ ദ സെക്കൻഡ് നമ്പർ 20. So the result of addition is 50, subtraction 10, division 1.5, result of multiplication is 600. അപ്പോൾ കറക്റ്റ് റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്പറിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻറ്റിജർ വാല്യൂ ആയിട്ടും റീഡ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഇതേ കാര്യം ഇവിടെ റിസൾട്ട് എന്നുള്ളൊരു മൂന്നാമതൊരു വേരിയബിളിനകത്തോട് സ്റ്റോർ ചെയ്യുന്നതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഇവിടെ തന്നെ ആ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്ത് കൊടുക്കാം. A+B, A-B, A/B, ദെൻ A*B. അപ്പോൾ ഇനി ഇങ്ങനെ മൂന്നാമത്തെ ഒരു വേരിയബിളിനകത്തോട്ട് സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് സെയിം റിസൾട്ട് തന്നെയാണ് കിട്ടുക. അപ്പോൾ ഇതൊരു കാൽക്കുലേറ്റർ പ്രോഗ്രാമാണ്. പക്ഷേ ഇതിനകത്ത് ഇനി യൂസർ ഓപ്ഷൻ അനുസരിച്ച് പ്രോഗ്രാം റൺ ചെയ്യിപ്പിക്കണം. അതായത് ഈ സെയിം പ്രോഗ്രാം തന്നെ ഒരു മെനു ഡ്രിവൺ ആക്കിയിട്ട്, അതായത് യൂസറുടെ ഒരു ഓപ്ഷൻ റീഡ് ചെയ്തിട്ട്, അതായത് ഒരു ഫസ്റ്റ് ഒരു മെനു പ്രിന്റ് ചെയ്യും, ദെൻ യൂസറുടെ ഒരു ഓപ്ഷൻ എൻ്റർ ചെയ്യാൻ ചോദിക്കും. ആ ഓപ്ഷനെ ബേസ് ചെയ്തിട്ട് ഇതിനകത്ത് ഈ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനുള്ള പ്രോഗ്രാം ആക്കിയിട്ട് ഒന്ന് കൺവേർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ തൽക്കാലം ഞാൻ ഇതെല്ലാം ഡിലീറ്റ് ചെയ്യാണ്. ഇനി നമുക്കിവിടെ ഒരു മെനു പ്രിന്റ് ചെയ്യിക്കണം. സോ പ്രിന്റ്, ഒരു മെനു ആണ് പ്രിന്റ് ചെയ്യിക്കേണ്ടത്. അപ്പോൾ അതിന് നമുക്കൊരു ഹെഡിങ് കൊടുക്കാം. മെനു എന്ന് പറഞ്ഞിട്ടൊരു ഹെഡിങ് കൊടുക്കാം.
ഒരു അണ്ടർലൈൻ കൊടുക്കാം. ഇതെല്ലാം നിങ്ങൾക്ക് ഒരൊറ്റ ലൈനിൽ സ്ലാഷ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ സെപ്പറേറ്റ് ലൈനാക്കി കൊടുക്കുകയെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ അഡീഷൻ പെർഫോം ചെയ്യാനുള്ള ഓപ്ഷനാണ്. സെക്കൻഡ് ഓപ്ഷൻ നമുക്ക് തൽക്കാലം സബ്ട്രാക്ഷൻ കൊടുക്കാം. തേർഡ് ഓപ്ഷൻ മൾട്ടിപ്ലിക്കേഷൻ കൊടുക്കാം. ഫോർത്ത് ഡിവിഷൻ. ദെൻ ഫിഫ്ത്ത് ഓപ്ഷനായിട്ട് എക്സിറ്റ് കൊടുക്കാം. പ്രോഗ്രാമിൽ നിന്ന് എക്സിറ്റ് ചെയ്യാൻ. ഓക്കെ, ഇത്രയായി കഴിഞ്ഞാൽ ജസ്റ്റ് ആ മെനു അതുപോലെ അവിടെ പ്രിൻറ്റ് ചെയ്യും. അതിനുശേഷം യൂസറോടൊരു ഓപ്ഷൻ റീഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ചോയ്സ് റീഡ് ചെയ്യാം. സോ CH ഈക്വൽ ടു ചോയ്സ് ഈക്വൽ ടു ഇൻറ്റ് ഓഫ് ഇൻപുട്ട് ഓഫ്. അപ്പോൾ ഇത് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് 2 നമ്പർ റീഡ് ചെയ്യും, ദെൻ ഈ മെനു അതുപോലെ പ്രിൻറ്റ് ചെയ്യും, ദെൻ യൂസറുടെ നിന്ന് ഓപ്ഷൻസ് റീഡ് ചെയ്യണം. സോ എൻ്റർ യുവർ ചോയ്സ്, അതായത് 1 to 5 ആണ് യൂസർ ഇൻപുട്ട് ചെയ്യേണ്ടത്. ഇനി ആ ചോയ്സിനെ ബേസ് ചെയ്തിട്ട് വേണം പ്രോഗ്രാം അഡീഷൻ ആണോ സബ്ട്രാക്ഷൻ ആണോ മൾട്ടിപ്ലിക്കേഷൻ ആണോ ഡിവിഷൻ ആണോ ചൂസ് ചെയ്യേണ്ടത്. സോ ഇഫ് യൂസർ ഇൻപുട്ട് ചെയ്ത ചോയ്സ് ഈക്വൽസ് 1 ആണെങ്കിൽ നമുക്ക് എന്താ പെർഫോം ചെയ്യേണ്ടത്? അഡീഷനാണ് പെർഫോം ചെയ്യേണ്ടത് അല്ലേ? അഡീഷനാണ് പെർഫോം ചെയ്യേണ്ടത്. ആ റിസൾട്ട് പ്രിൻറ്റ് ചെയ്യും വേണം. സോ പ്രിൻറ്റ് the result of addition is എന്ന് പറഞ്ഞിട്ട് A+B ആണ് പെർഫോം ചെയ്യേണ്ടത്. A+B. ഇനി അയാളെ ചോയ്സ് എലീഫ്, അയാൾ ഇൻപുട്ട് ചെയ്ത ചോയ്സ് 2 ആണെങ്കിൽ എന്ത് പെർഫോം ചെയ്യണം? സബ്ട്രാക്ഷൻ ആണ് പെർഫോം ചെയ്യേണ്ടത്. സോ ദ റിസൾട്ട് ഓഫ് സബ്ട്രാക്ഷൻ ഈസ് A-B. ഇനി സപ്പോസ് അയാൾ ഇൻപുട്ട് ചെയ്ത ചോയ്സ് 3 ആണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ആണ് പെർഫോം ചെയ്യേണ്ടത്. മൾട്ടിപ്ലിക്കേഷൻ ഈസ് A*B. ദെൻ യൂസർ ഇൻപുട്ട് ചെയ്ത ചോയ്സ് 4 ആണെന്നുണ്ടെങ്കിൽ ഡിവിഷനാണ് പെർഫോം ചെയ്യേണ്ടത്. A/B. ഇനി ഇതൊന്നും അല്ലെങ്കിൽ സപ്പോസ് യൂസർ ഇൻപുട്ട് ചെയ്ത ചോയ്സ് 5 ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഗുഡ് ബൈ എന്നുള്ള മെസ്സേജ് പ്രിൻറ്റ് ചെയ്യിക്കാം. അതായത് പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യാൻ പോവുകയാണ്. സോ ജസ്റ്റ് ഒരു ഗുഡ് ബൈ എന്നുള്ളൊരു മെസ്സേജ് പ്രിൻറ്റ് ചെയ്യിപ്പിക്കാം. ഇതൊന്നും അല്ലെങ്കിൽ ചോയ്സ്, ഇതൊന്നും അല്ലെങ്കിൽ ഇൻവാലിഡ് ചോയ്സ് എന്ന് പറഞ്ഞിട്ട് പ്രിൻറ്റ് ചെയ്യിക്കാം. പ്രിൻറ്റ് ഇൻവാലിഡ് ചോയ്സ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം സേവ് ചെയ്തിട്ട്. എൻ്റർ ദ ഫസ്റ്റ് നമ്പർ 30, എൻ്റർ ദ സെക്കൻഡ് നമ്പർ 20. അവിടെ ഒരു മെനു പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റർ യുവർ ചോയ്സ് 1 to 5. ഇപ്പോൾ 1 ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ അഡീഷനാണ് പെർഫോം ചെയ്യുക. സോ ദ റിസൾട്ട് ഓഫ് അഡീഷൻ ഈസ് 50. ഇത് തമ്മിൽ ആഡ് ചെയ്തിട്ട് റിസൾട്ട് പ്രിൻറ്റ് ചെയ്തു. അപ്പോൾ ബാക്കിയുള്ള ഓപ്ഷൻസ് എല്ലാം വർക്ക് ചെയ്യും. അപ്പോൾ ഇതിലൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓപ്ഷൻ വർക്ക് ചെയ്തതിന് ശേഷം പ്രോഗ്രാം സ്റ്റോപ്പായി. നമുക്കിത് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യിപ്പിക്കണം. അതായത് ഒരു യൂസർ 5 എന്നുള്ള എക്സിറ്റ് വാല്യൂ ഇൻപുട്ട് ചെയ്യുന്നത് വരെ എന്ത് ചെയ്യണം? ഈ പ്രോഗ്രാം കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യിപ്പിക്കണം. അപ്പോൾ പ്രോഗ്രാം മോഡിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ, അതായത് ഈ മെനു പ്രിൻറ്റ് ചെയ്യുന്നത് മുതൽ കംപ്ലീറ്റ് ഒരു ലൂപ്പിനുള്ളിലിട്ട് കൊടുത്താൽ മതി. ഒരു ലൂപ്പിനുള്ളിലിട്ട് കൊടുക്കുക ഇത്രയും കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ തൽക്കാലം ഒരു ലൂപ്പ് എഴുതാം. ഇത് ജസ്റ്റ് ഒരു ടാബ് സ്പേസ് കൊടുത്തിട്ട് ഇവിടെ നമുക്കൊരു ലൂപ്പ് എഴുതാം. വൈൽ ട്രൂ എന്ന് പറഞ്ഞാൽ ഓൾവേസ് ട്രൂ. ഇത്രയും കാര്യങ്ങൾ എന്തായാലും റിപ്പീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. അതാണ് വൈൽ ട്രൂ. ഓക്കെ, അപ്പോൾ ഏതുവരെ വർക്ക് ചെയ്യിക്കണം? യൂസർ ഓപ്ഷൻ 5 ഇൻപുട്ട് ചെയ്യുന്നത് വരെ വർക്ക് ചെയ്യിക്കണം. ഇപ്പോൾ 5 ആണ് ഇൻപുട്ട് ചെയ്യുന്നതെങ്കിൽ ഒരു ഗുഡ് ബൈ എന്നുള്ള മെസ്സേജ് പ്രിൻറ്റ് ചെയ്തിട്ട് ഒരു ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്താൽ മതി. അപ്പോൾ ഈ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു കഴിഞ്ഞാൽ ഈ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആകും. ദെൻ പ്രോഗ്രാം നേരെ സ്റ്റോപ്പ് ആകും. അപ്പോൾ ഇനി ഇതൊന്ന് വർക്ക് ചെയ്യിച്ച് നോക്കാം. നമുക്കിവിടെ ഓപ്ഷൻ പ്രിൻറ്റ് ചെയ്യുന്നിടത്ത് ഒരു ഇങ്ങനെയും കൂടി കൊടുക്കാം. ഓക്കെ, ഇനി ഇതൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. സോ എൻ്റർ ദ ഫസ്റ്റ് നമ്പർ നമുക്ക് 20 കൊടുക്കാം. എൻ്റർ ദ സെക്കൻഡ് നമ്പർ 40 കൊടുക്കാം.
മെനു ചോദിച്ചിട്ടുണ്ട് 1 അഡീഷൻ 2 സബ്ട്രാക്ഷൻ 3 മൾട്ടിപ്ലിക്കേഷൻ 4 ഡിവിഷൻ. നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ കൊടുത്ത് നോക്കാം. സോ ദ റിസൾട്ട് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് 800. എഗെയിൻ മെനു പ്രിൻ്റ് ചെയ്തു, എൻ്റർ യുവർ ചോയ്സ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും വന്നു. നമുക്ക് സബ്ട്രാക്ഷൻ പെർഫോം ചെയ്ത് നോക്കാം. ദ റിസൾട്ട് ഓഫ് സബ്ട്രാക്ഷൻ ഈസ് -20. ഡിവിഷൻ പെർഫോം ചെയ്ത് നോക്കാം. ദ റിസൾട്ട് ഓഫ് ഡിവിഷൻ ഈസ് 0.5. നമുക്കിതിലില്ലാത്തൊരു ഓപ്ഷൻ കൊടുത്തു നോക്കാം, 7 കൊടുത്തു നോക്കാം. സോ ഇൻവാലിഡ് ചോയ്സ്. ഇനി 5 കൊടുത്തു കഴിഞ്ഞാൽ പ്രോഗ്രാമിൽ നിന്ന് എക്സിറ്റ് ആകും. ഓക്കെ, ഗുഡ് ബൈ എന്നുള്ള മെസ്സേജ് വന്നിട്ട് പ്രോഗ്രാമിൽ നിന്ന് എക്സിറ്റ് ആയി. അപ്പോൾ ഇതാണ് ചെറിയൊരു ടെക്സ്റ്റ് മോഡ് കാൽക്കുലേറ്റർ. വളരെ സിമ്പിളാണ്. 2 നമ്പർ റീഡ് ചെയ്യുക, ദെൻ ഒരു ഇൻഫിനിറ്റ് ലൂപ്പിൽ ഒരു മെനു പ്രിന്റ് ചെയ്തു, ദെൻ യൂസറുടെ ഒരു ഓപ്ഷൻ റീഡ് ചെയ്തു, ദെൻ ആ ഓപ്ഷനെ ബേസ് ചെയ്തിട്ട് ഇത്രയും കാര്യങ്ങൾ വർക്ക് ചെയ്യിപ്പിക്കണം. വളരെ സിമ്പിളായിട്ടുള്ള പ്രോഗ്രാമാണ്. അപ്പോൾ തൽക്കാലം നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.